5,60,000 കൊടുക്കാം. ഓഫർ റേറ്റ്. കിലോമീറ്റർ കുറവല്ലേ? 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസുള്ള വണ്ടി. പക്കാ സർവീസുള്ള വാഹനം, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി, മെയിൻ്റെനൻസ് ഇല്ലാത്ത വണ്ടി. ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് പോള സ്വന്തമാക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു സിൽവർ കളർ. ഏത് ഷോറൂമിൽ ചെന്നാലും ഒരു 5.25-6 ലക്ഷം റുപ്യ ലെവലിൽ ചോദിക്കുന്ന വാഹനമാണ്. തീർച്ചയായിട്ടും അഫോർഡബിൾ ആയ റേറ്റ് ആണ്. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പോള സ്വന്തമാക്കാം അല്ലേ? 2,60,000 പോളോ കൊണ്ടുപോകാം. ഹലോ ഗൈസ്, മലയിൽ മീഡിയയിൽ ഒരു കിടുക്കാച്ചി വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഹൈലൈൻ തിരുനാവായ എന്ന് പറയുന്ന ഒരു കിടിലൻ ഷോപ്പിലാണ് കേട്ടോ. തിരുനാവായ പുത്തൻതാണ്ട് റോഡില് ജസ്റ്റ് 200 മീറ്റർ. ഇവിടെ TV ഉണ്ട്, അതുപോലെ തന്നെ ഇന്നോവ, നല്ല കൈയൊക്കെ തൊടാൻ പറ്റുന്ന ഒരു ഇന്നോവ കേട്ടോ. നല്ല 14 മോഡൽ വണ്ടി. വീണ്ടും ഇന്നോവ, ചെറുവണ്ടിയിലുള്ള ആൾട്ടോ ഉണ്ട്, പുതിയ മോഡൽ കിയ, പിന്നെ അതുപോലെ തന്നെ 7 സീറ്റർ ആയാലും എർട്ടിക ഉണ്ട്, പിന്നെ സ്വിഫ്റ്റിന്റെ ആരാധകരുണ്ട്. നമ്മളിതാ കുറെ കളക്ഷൻസ് ഉണ്ട്. സ്വിഫ്റ്റിന്റെ പുതിയ മോഡലും പഴയ മോഡലും ഒക്കെ ഉണ്ട്. ലൊക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഓണറോട് തന്നെ ചോദിക്കാട്ടോ. മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഷോപ്പിന്റെ പ്രോപ്പർ ലൊക്കേഷൻ എവിടെയാണ്? തിരുനാവായ പുത്തനത്താഴ് റോട്ടില് ഒരു 200 മീറ്റർ വന്നാല് ആണ് ഇതിന്റെ ലൊക്കേഷൻ. 200 മീറ്റർ. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ എത്ര വണ്ടികളുണ്ട്? 19 വണ്ടികളുണ്ട്. 50 വണ്ടികൾ. ചെറു വണ്ടികൾ ഇപ്പൊ എത്ര സ്റ്റാർട്ടിങ്? എത്ര റേറ്റ്? സ്റ്റാർട്ടിങ് നമുക്ക് 1 രൂപ മുതൽ ഒരു 25 ലക്ഷം റുപ്യ വരെയുള്ള വണ്ടികൾ നമ്മളിപ്പോ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വണ്ടി ഇല്ലെങ്കിൽ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്തു. നമ്മുടെ മലയിൽ മീഡിയ പ്രേക്ഷകർ വന്നാല് എത്ര ഓഫർ കൊടുക്കാം? അത് നമ്മള് അതിന് ഓരോ പേര് പറഞ്ഞ് നമ്മളിപ്പോ എത്ര ഓഫർ കൊടുക്കും. മലയിൽ മീഡിയ പേര് പറഞ്ഞാൽ ഒരു വലിയ ഓഫർ നമ്മൾ കൊടുക്കും. ഓരോ വണ്ടികളായിട്ട് അതിനെ പരിചയപ്പെടാം. പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഞാൻ എർട്ടിക പറഞ്ഞുതരാം. ഇത് 2016 മോഡല് സിംഗിൾ ഓണർ വണ്ടി, 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കും. സിംഗിൾ ഓണർ വണ്ടി 1 ലക്ഷം കിലോമീറ്റർ ഹൈബ്രിഡ്. അതെ. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് വീഡിയോ ഓപ്ഷൻ. റീപ്ലേസ്മെന്റ് ആയിട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി. ടയർ ഏകദേശം എത്ര വരും? ടയർ ഒരു 80% ടയർ ഉണ്ട്. 80% ടയർ ഉണ്ട്. ഡീസൽ ആണ് വരുന്നത്. എത്ര മൈലേജ് നമുക്ക് കിട്ടും? ഇത് ഒരു 20 മൈലേജ് കിട്ടും. 20 റേഞ്ചിൽ മൈലേജ്. ഓക്കെ. നമ്മൾ ഇന്ത്യയുടെ വശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ തന്നെ അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ കമ്പനി സെറ്റ് വരുന്നുണ്ട്. AC ഒക്കെ എങ്ങനെ കൂളിംഗ് ആണ്? ഫുൾ കൂളിംഗ് ആണ്. എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. എത്ര നമ്മൾ ചോദിക്കണേ? ഇത് നമുക്ക് ലാസ്റ്റ് 6,65,000 രൂപ കൊടുക്കാം. 6,65,000 ലാസ്റ്റ് കൊടുക്കാം. ഫൈനൽ കൊടുക്കാം. ലോൺ കയറ്റാൻ പറ്റുമോ? ഇതൊരു 5.5 ലക്ഷം റുപ്യ 6 ലക്ഷം റുപ്യ വരെ ലോണും കയറും. അപ്പൊ 6 ലക്ഷം റുപ്യ ലോണും കയറും. അപ്പൊ ചെറിയൊരു 1 ലക്ഷത്തിന്റെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. എർട്ടിക സ്വന്തമാക്കാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരു സ്വിഫ്റ്റ് പരിചയം. 2017 മോഡല്. 17 മോഡല്, കുറച്ച് മോഡൽ കൂടിയ വണ്ടി. ഓക്കെ. ഇത് 1,17,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. 1,17,000 ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസൽ ആണ്. ഏകദേശം എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? ഇതിന് ഒരു 20 മൈലേജ് കിട്ടും. 20 മൈലേജ് പ്രതീക്ഷിക്കാം. ഇത് നമ്മളിവിടെ ആവശ്യപ്പെടുന്ന 5.5 രൂപയാണ്. 5.5 ലക്ഷം റുപ്യ. ഇത് നമുക്കൊരു ഓഫർ ആയിട്ട് 5.30 കൊടുക്കാം. 5,30,000 റുപ്യ കൊടുക്കാം. 2017 5 ലക്ഷം റുപ്യ കൊടുക്കാം. 5 ലക്ഷത്തി ഓഫർ റേറ്റ് 5,30,000 രൂപ. ലോൺ ഇതിന് ഒരു 4 രൂപ 4.25 രൂപ ലോൺ കിട്ടും. 4.25 ലക്ഷം രൂപ ലോൺ. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ, എയർ ബാഗ് എല്ലാം വരുന്ന വാഹനം അല്ലേ? കിലോമീറ്റർ ഏകദേശം 1,17,000 ഓടിയ സിംഗിൾ ഓണർ. കറക്റ്റ് സർവീസ് ആണ്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി. നമുക്ക് എത്ര കൊടുക്കാരോ? ഒരു 5,30,000 രൂപ ഓഫർ. 5.25 രൂപ കൊടുക്കാം. ഫൈനൽ 5.25 രൂപ. നെക്സ്റ്റ് ആയിട്ട് 2018 മോഡൽ സ്വിഫ്റ്റ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2018 മോഡൽ, രണ്ടാമത്തെ ഓണർ, 89,000 കിലോമീറ്റർ ഓടിയുണ്ട്. 89,000 കിലോമീറ്റർ. ഇത് നമ്മൾ ഫൈനൽ 5.25 രൂപ കൊടുക്കാം. 5.25 ലക്ഷം രൂപ സ്വിഫ്റ്റ് കൊണ്ടുപോകാം. സ്വിഫ്റ്റ് പുതിയ ഏകദേശം 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ മേലെ വരുന്നുണ്ട്. ഇതിനാണെങ്കിൽ ചെറിയ ഒരു 5 ലക്ഷം രൂപ ലോണും കയറും. അപ്പൊ ഒരു 10-20 റുപ്യ ഇറക്കാൻ പറ്റും. ഫുൾ കട്ട ടയർ വരുന്നുണ്ട്. 90% ടയർ ഉണ്ട്. 90% ടയർ വരുന്നുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ചെയ്താണ്. പിന്നെ നമ്മള് ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ടച്ച് സ്ക്രീൻ അടക്കം ചെയ്ത് കവർ, പിന്നെ 2 ഡോർ പവർ വിൻഡോ ഒക്കെ ചെയ്ത എത്ര കൊടുക്കാം? ഇത് നമ്മൾ ഫൈനൽ 5.25 രൂപ കൊടുക്കാം. ലോണ് മാക്സിമം കയറും. 5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 10-25 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിൽ ചെന്നാലും ഒരു 5.25-6 ലക്ഷം റുപ്യ ലെവലിൽ ചോദിക്കുന്ന വാഹനമാണ്. തീർച്ചയായിട്ടും അഫോർഡബിൾ ആയ റേറ്റ് ആണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പോള പരിചയപ്പെടാല്ലേ? എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2016 മോഡല്. 16 മോഡൽ. ഓണർഷിപ്പ് ഇത് 3 ആയിട്ടുണ്ട്. മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അഡീഷണൽ ആയിട്ട് അലൈസ് ഇതൊക്കെ ഫുള്ള് ഫിറ്റിംഗ് കയറ്റിയ വണ്ടി. ആവറേജ് ടയറും വരുന്നുണ്ട്. പിന്നെ പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. പെട്രോൾ ആകുമ്പോ അത്യാവശ്യം പവർ കാര്യങ്ങളൊക്കെ കിട്ടും. എല്ലാം ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒന്നും പറയാനില്ല. നല്ല ഇന്ത്യയിലാണ് വരുന്നത്. പിന്നെ
കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്ന വാഹനല്ലേ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, ഗ്യാരണ്ടി പറയാം. ഫുൾ ഗ്യാരണ്ടി. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് 4,60,000 രൂപ കൊടുക്കാം. 4,60,000 രൂപ ഓഫർ റേറ്റ്. ഓഫർ റേറ്റ് നിങ്ങളെ മലയാള മീഡിയന്റെ ചാനൽ വന്നുകൊണ്ടാണ് ആ ഓഫർ നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ 4,85,000 ഓഫർ റേറ്റ്. ഇപ്പൊ 4,85 ഇവിടെ പ്രൈസ് ഇട്ട വാഹനമാണ്. നമ്മള് 4,60,000 രൂപ 4,60,000 രൂപ കൊടുക്കാം. മലയിൽ മീഡിയ വന്നവർക്ക് മാത്രല്ലേ. പ്രത്യേകം പറയണം, മലയിൽ മീഡിയയിലാണ് ഉള്ളത് അല്ലേ. അപ്പൊ നമുക്ക് 4 ലക്ഷം രൂപ ആണെങ്കിൽ ലോണും കൊടുക്കാം. അല്ലേ. ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് പോളോ സ്വന്തമാക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു സിൽവർ കളർ പോളോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് 2013 മോഡൽ. 13 മോഡൽ. രണ്ടാമത്തെ ഓണർ. സെക്കൻഡ് ഓണർ അല്ലേ. സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? 1 ലക്ഷം ഓടി. 1 ലക്ഷം ഓടിക്കുന്നില്ലേ. ആവറേജ് ടയർ ഉണ്ട് അല്ലേ. 4 അലോയ് വീൽസ് ആണ്. ഓപ്ഷൻ ഏതായിരുന്നു? ഇത് ഹൈലൈന്. പെട്രോൾ ഡീസൽ? ഡീസൽ. അല്ലേ. പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് 3,20,000 രൂപ കൊടുക്കാം. 3,20,000 രൂപ പോളോ കൊടുക്കാം ഓഫർ റേറ്റില്. പിന്നെ നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ പുതിയ സീറ്റാണ്. ഓട്ടോമാറ്റിക് AC ഒക്കെ വരുന്നുണ്ട്. നല്ല തിരക്കേടില്ലാതെ ഇന്ത്യയുടെ. എത്ര ലോൺ കയറും? ഇതിന് മാക്സിമം ഒരു 2.5 രൂപ വരെ ലോൺ കൊടുക്കാം. 2 രൂപ ലോണും കയറും. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പോളോ സ്വന്തമാക്കാം അല്ലേ. സിംഗിൾ ഓണർ പോളോ അല്ലേ. 2012. പിന്നെ എത്ര കിലോമീറ്റർ ഓടി? 1,24,000 കിലോമീറ്റർ ഓടി വാഹനമാണ്. ടയർ ആവറേജ് ടയർ ഉണ്ട്. പിന്നെ അലോയ് വീൽസ് ഒന്നും ഇല്ല, നോർമൽ വീൽസ് ആണ് വരുന്നത്. ഫ്രണ്ട് ലൈൻ പോളോ ട്രെൻഡ് ലൈൻ ആണ് വരുന്നത്. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റി വാഹനം. വേറെ പ്രത്യേക കളറല്ലേ. സീറ്റൊക്കെ പുതിയ ചെയ്തിട്ടാണ്. അതെ, തീർച്ചയായിട്ടും പുതിയ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ. പിന്നെ ഇൻഫോർടൈൻമെന്റ് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. നമ്മൾ ഇതിന് എത്ര? 2,60,000 കൊടുക്കാം. 2,60,000 രൂപ പോളോ. 2,60,000 രൂപ ഓഫർ റേറ്റ് ആണ്. ഓഫർ റേറ്റില് 2,60,000 രൂപ പോളോ ഇടുന്ന് കൊണ്ടുപോകാം. 12 മോഡൽ. 12 യോണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,30,000 കിലോമീറ്റർ. 1,30 ഓടിയുണ്ട്. പിന്നെ ഓണർഷിപ്പോ? 3. ഓണറാണ് വരുന്നത്. പിന്നെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. അടിപൊളി സ്പോയിലർ ഒക്കെ. ഇത് നമുക്ക് ഓഫർ റേറ്റ് 1,35,000 രൂപ കൊടുക്കാം. 1,35,000 രൂപ സ്പോയിലർ റേറ്റ് വണ്ടി കൊടുക്കാം. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിട്ടാണ്. മാഗ്ന പ്ലസ്. അപ്പൊ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി ഗിയർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ. പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന. AC ഒക്കെ പക്ക ഫുൾ ക്ലീൻ. എത്ര ലോൺ കിട്ടും? ഇത് വേണമെങ്കിൽ നമുക്ക് 1,5 രൂപ ലോൺ കിട്ടും. ഒരു 1,5 രൂപ ലോൺ വെച്ചാൽ 1,4 രൂപ നമുക്ക് ലോൺ കൊടുക്കാം. ഇത് പൈസ ഇല്ലാതെ വണ്ടി കൊണ്ടുപോവാം. തീർച്ചയായും ഇത് 1 രൂപ പോലും മുടക്കാൻ നമുക്ക് വണ്ടി കൊണ്ടുപോകാം. സ്വന്തമാക്കാല്ലേ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ല അടിപൊളി അലോയ് വീലൊക്കെ വരുന്ന എത്തിയോസിലെ അതിന്റെ ഡീറ്റെയിൽസ് 2018 മോഡൽ VX എത്തിയോസ് അല്ലേ. ഇത് 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 52,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് ഒക്കെ ഏകദേശം? ഓണർഷിപ്പ് 3 ഓണറായിട്ടുണ്ട്. 3 ഓണറായിട്ടുണ്ട്. വണ്ടി റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ക്ലീൻ വണ്ടിയാണ്. ഇത് 5,60,000 രൂപ കൊടുക്കാം നമുക്ക്. 5,60,000 കൊടുക്കാം. 5,60,000. ഒരു 4.5 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും പേയും കൊടുക്കാം. മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു വാഹനമാണ്. ഇന്റീരിയർ ഭാഗം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഇന്റീരിയർ ആണ് വരുന്നത്. സീറ്റ് കവർ ഹാൻഡ് റെസ്റ്റ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വാഹനം അല്ലേ. 5,60,000 രൂപ കൊടുക്കാം. ഓഫർ റേറ്റ്. കിലോമീറ്റർ കുറവില്ല. 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസുള്ള വണ്ടി. പക്കാ സർവീസുള്ള വാഹനം. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. മെയിൻ്റെനൻസ് ഇല്ലാത്ത വണ്ടി. ഒന്നുമില്ല. എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കാം? ഇത് നമുക്ക് 4.5 രൂപ ഫൈനാൻസ് ഒരു കൊടുക്കാം. 4 ലക്ഷം രൂപ ലോണും കയറും. അപ്പൊ റിഡ്സ് ആവശ്യപ്പെടുന്നവർക്ക് നല്ലൊരു റിഡ്സ് ഉണ്ടല്ലേ നമ്മളെ കയ്യില്. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്ന വണ്ടി? ഇത് 2013 മോഡൽ. 1,15,000 കിലോമീറ്റർ ഓടി. 1,15 ഓടിയ. ഓണർഷിപ്പ് 2. അല്ല, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ഉപയോഗിച്ച വണ്ടിയാണ്. ഡീസലാണ്. ഇത് ഓഫർ റേറ്റ് 3,20,000 രൂപ കൊടുക്കാം. 3,20,000 കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി. നല്ല അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ടയറൊക്കെ പുതിയ ടയർ, പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഓഫർ റേറ്റ് ആണ്. ഓഫർ റേറ്റ് മാർക്കറ്റ് റേറ്റിനേക്കാൾ നമ്മൾ കുറച്ച് കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി 3.5 രൂപ 3,60,000 വിറ്റ് പോണ വണ്ടിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് വിൽക്കാം അല്ലേ. തീർച്ചയായും 2 ലക്ഷം രൂപ ലോണും കയറും. 2.25 ലോൺ കിട്ടി കൊടുക്കാം. 60 രൂപ ഇറക്കാം അല്ലേ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് കിഡ് വരുന്നുണ്ട്. കിഡിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? കിഡ് 16 മോഡൽ. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1 ലക്ഷം ഓടിയുണ്ട്.
1,00,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഇത് നമ്മൾ ഫൈനൽ റേറ്റ് ഇത് നമ്മൾ 2,400,000 രൂപയ്ക്ക് ഇത് ചോദിക്കുന്നത്. 2,15,000 രൂപ ഫൈനൽ കൊടുക്കണം. 2,15 ഓഫർ റേറ്റ്. 2,00,000 രൂപ ലോണും വാങ്ങി കൊടുക്കാം. അമ്മ ലോണും കയറ്റി കൊടുക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ്, ചെറിയ പൈസ, ടയറും കാര്യങ്ങളൊന്നും ഇല്ല, റീപ്ലേസ് കാര്യങ്ങളില്ല. 2016 വണ്ടി, 16 വണ്ടി പെട്രോൾ. ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഇത് മൈലേജ് 18 കിട്ടും. ലോൺ എത്ര കയറും? ലോണ് നമുക്ക് എന്തായാലും മാക്സിമം പൈസ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അമേസ് പരിചയപ്പെടാം. അമേസ് ഈ വണ്ടി അമേസ് 2014 മോഡല്, അതും ഫാൻസി നമ്പർ. ഈ വണ്ടി റീറേസർ വണ്ടിയാണ്. റീരജിസ്ട്രേഷൻ വണ്ടിയല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,12,000 കിലോമീറ്റർ ഓടി. ഓണർ രണ്ടാമത്തെ ഓണർ. അപ്പൊ നമുക്ക് മാക്സിമം റേറ്റ് വെച്ച് കൊടുക്കാം. മെയിൻ ക്ലാസ്സിന് ഒരു പുട്ടിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അത് കസ്റ്റമർ കാണാൻ വേണ്ടിട്ട് നമ്മൾ വെച്ചതാണ്. റീപ്ലേസ് നമ്മൾ മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ 3,400,000 രൂപ കൊടുക്കാം. 3,400,000 രൂപ കൊടുക്കാൻ വേണ്ടി ഇത് നമുക്ക് ഒരു മാണെങ്കിൽ ഇത് ഒരു 3,00,000 രൂപ ലോണും പോയി കൊടുക്കാം. 3,00,000 രൂപ ലോൺ മേടിച്ചു കൊടുക്കാം. ഓഫർ കിലോമീറ്റർ 1,12. പിന്നെ മോഡല് 2014 ലാസ്റ്റ് 3,400,000 രൂപ. പുതിയ സീറ്റ് ഇന്റീരിയലൊക്കെ ഡീസൽ വണ്ടി, 20-25 മൈലേജും കിട്ടും. അപ്പൊ ലോൺ കയറുമേ? ലോൺ ഇടും. ഇത് ഏകദേശം 1,10 ഒരു 3,00,000 രൂപ ലോൺ കയറും. 3,00,000 രൂപ ലോൺ കയറും. അപ്പൊ ചെറിയ പൈസ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാം. 15,000 വണ്ടി ഉണ്ടാവും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ജീപ്പ് പരിചയപ്പെടാം. 93 മോഡലാ. 93 മോഡൽ DI. എത്ര കിലോമീറ്റർ ഓടി? ഇത് 1,00,000 1,50,000 ഓടിയിട്ടുണ്ടാവും. 1,00,000 4 ടയർ പുതിയത് പെട്ടതാണ്. പുത്തൻ ടയർ കയറ്റിയിട്ടില്ല. ഫുള്ള് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇട്ട ഫുൾ പേപ്പർ പുതിയത്. തുരുമ്പ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇത് നമ്മൾ 1,500 രൂപ ചോദിക്കണത്. 1,500 രൂപ കൊടുക്കേ ജീപ്പ്? ഇതിപ്പോ നിങ്ങളെ വന്നുകൊണ്ട് നമുക്ക് ഒരു 1,35,000 കൊടുക്കാം. 1,35,000 രൂപ മലയിൽ പ്രഷർക്ക് മാത്രം. അതെ, മലയിൽ മീഡിയം വന്നവരാണ് അങ്ങനെ പറയണം. നിങ്ങൾ അവിടുന്ന് നിങ്ങളെ വീഡിയോ കണ്ട് വന്നവരാണ് നമ്മൾ 1,35,000 കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളോട് 1,500 രൂപ ചോദിക്കുന്നത്. 1,500 രൂപ നമുക്ക് ഇവിടെ വന്ന് എടുക്കേണ്ട വിലയാണ്, മാർക്കറ്റ് വിലയാണ്. അപ്പൊ 1,35,000 കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നല്ല പുലിക്കുട്ടി വണ്ടിയില്ലേ? ടയറൊക്കെ പുതിയ ചെയ്താ നല്ല വൃത്തിയുള്ളൊരു മൈക്ര അല്ലേ? ഡീറ്റെയിൽസ് ഇത് 2017-18 വയസ്സുള്ള വണ്ടിയാ. 17 മോഡൽ 18 90,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉള്ള കേരള വണ്ടിയല്ലേ? കേരള വണ്ടി. ടയറൊക്കെ 80% ടയറിന്റെ റീപ്ലേസ് ഇല്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. 90,000 കിലോമീറ്റർ. ഇത് നമ്മൾ 4,400 രൂപ കൊടുക്കാം. 4,400 രൂപ കൊടുക്കാം. അതോ ലോൺ കിട്ടുമോ? ഇതിന് ഒരു 80% വരെ നമുക്ക് ലോൺ വാങ്ങി കൊടുക്കാം. 80% ലോൺ. ക്വാളിറ്റി ഇല്ല ഇന്റീരിയർ കേട്ടോ. സീറ്റ് കവർ ഒക്കെ കണ്ടാൽ തന്നെ അറിയാം, വൻ ഹൈ ക്വാളിറ്റിയാണ്. പിന്നെ ഡീസലാ പെട്രോളാ? ഡീസൽ. അപ്പൊ എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും? ഇത് എന്തായാലും 20-22 മൈലേജ് കിട്ടുന്നുണ്ട്. 22 എന്തായാലും മൈലേജ് കിട്ടുന്ന നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? 4,400,000 രൂപ കൊടുക്കാം. ലോൺ കയറാൻ പറ്റുമോ? ലോൺ 80% വരെ നമുക്ക് ലോൺ കയറ്റി കൊടുക്കാം. 80% ലോണും കയറും. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് ഐറ്റം ഗ്രാൻഡ് സ്പോർട്സ് ആണ്. സ്പോർട്സ് ഓപ്ഷൻ 2014 മോഡൽ ഡീസൽ വാങ്ങിയിട്ടുണ്ട്. 1,40 ഓടിയിട്ടുണ്ട്. 1,40,000 ഓടി. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറാണ്. ആക്സിഡന്റ് എന്തെങ്കിലും ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇത് നല്ല ടയർ ഉണ്ട്, പുതിയ സീറ്റ് കവർ ആണ്. പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 4 ടയർ പുതിയതാണ്. എത്ര മൈലേജ് കിട്ടും ഡീസൽ? ഇത് ഡീസലിനാണെങ്കിൽ 10-22 വരെ മൈലേജ് ഇത് കയറും. 22 കിലോമീറ്റർ മൈലേജ് കിട്ടൂലേ? ഓക്കെ. അത്യാവശ്യം ബോഡി കോഡ്. പിന്നെ ഇന്ത്യൻ വസ്തുത്തോട്ട് വരാണെങ്കിൽ സീറ്റ് കവർ ചെയ്തോണ് നമ്മള്. സീറ്റ് കവർ ഇപ്പൊ പുതിയ ചെയ്താണ്. പുതിയ ബാറ്ററി ഇന്നലെ ഇട്ടതാണ്. ഓക്കെ. പുഷ് ബട്ടൺ വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട് അല്ലേ? ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വലുത് തന്നെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടിക്ക് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 3,400,000 രൂപ കൊടുക്കാം. എന്തോ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കൊടുക്കാം. അതിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 3,400,000 രൂപ വാഹനം കൊടുക്കാം അല്ലേ? ഓക്കെ. ഇത് 2013 മോഡല്. 2013 മോഡൽ എക്കോ സ്പോർട്ട്. ഓക്കെ. 2013 മോഡൽ എക്കോ സ്പോർട്ട് അല്ലേ? ഓണർഷിപ്പ് ഒക്കെ എത്ര വരുന്നുണ്ട്? ഇത് ഓണർഷിപ്പ് 2. രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,40 ഓടിയുണ്ട്. 1,40,000 കിലോമീറ്റർ ഓടിയ എക്കോ സ്പോർട്ട്. ഡീസൽ. മൈലേജോ? മൈലേജ് ഇത് ഒരു 18-20 മൈലേജ് കിട്ടും. 20 എന്തായാലും കിട്ടും. ഇത് നമുക്ക് 4,400 രൂപ ചോദിക്കണം. എന്ത് ചെറിയതായിട്ട് വ്യത്യാസം ചെയ്ത് കൊടുക്കാം. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. തരക്കേടില്ലാത്ത സിംഗിൾ ഓണർ വാഹനം. സെക്കൻഡ് ഓണർ അല്ലേ? ഇന്റീരിയർ നല്ല ഇന്റീരിയർ ആണ്. സീറ്റ് കവർ ചെയ്തില്ല, എന്നാൽ നല്ല സീറ്റ് തന്നെയാണ് വരുന്നത്. സ്റ്റീരിയോ ഒക്കെ വരുന്നുണ്ട്. ലോണ് കയറി വാഹനത്തിന്? ഇതിന് ലോണ് ഒരു 2 രൂപക്ക് ലോൺ കയറുള്ളൂ. 4,25. 2 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 2 രൂപ വരെ ലോണും കയറുന്ന വാഹനം കേട്ടോ. ഇത് 2019 മോഡൽ റെഡിക്കോ. 2019 മോഡൽ റെഡിക്കോ അല്ലേ? ഇത് സിംഗിൾ ഓണർ വണ്ടി. അപ്പൊ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 60,000 കിലോമീറ്റർ. കമ്പനി സർവീസ്? കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് 2,70,000 രൂപ കൊടുക്കാൻ വേണ്ടി. ഓക്കെ. അപ്പൊ ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി ഇന്റീരിയർ കേട്ടോ, ഒന്നും പറയാനില്ല.
സീറ്റ് നല്ല ക്വാളിറ്റിയിൽ തന്നെ വരുന്നത്. പൈനിയറിന്റെ സെറ്റ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. ഇതിന് ലോൺ കിട്ടുമോ? ഓ ഇത് ഫുൾ ലോൺ വരും. ഫുൾ ലോൺ 2.5 ലക്ഷം റുപ്യ 2.60 ഫുൾ ലോൺ കൊടുക്കാം. ഫുള്ള് ലോൺ. ചെറിയ ചാക്കായി ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോവാ. ചായക്കായും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ സുഖമായിട്ട് ഒന്നും കൊടുക്കണ്ട. നല്ല മൈലേജ് ഉള്ള വണ്ടിയില്ലേ? അതെ. എന്തായാലും ഡീറ്റെയിൽസ് വരുന്നത് ഇത് 2016-17 റേസറിലെ ഇവിടെ നമ്പറായ വണ്ടിയാണ്. റീ വണ്ടിയല്ലേ? റീ വണ്ടിയാണ്. ഡീസലാ? ഡീസൽ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിക്കുന്നു? ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ്? ഈ ഓണർഷിപ്പ് സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ്. പക്കാ സർവീസ്. 80% ടയറുണ്ട്. ടയറുണ്ടല്ലേ? അപ്പൊ ഇന്ത്യയുടെ ഭാഗത്ത് വരികയാണെങ്കിൽ പുതിയ സീറ്റ് കവറാണ്. നല്ല ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്. ഓട്ടോമാറ്റിക് AC. എയർ ബാഗ് ഇല്ലല്ലേ? എയർ ബാഗ് ഇല്ല. ഇത് നമുക്ക് 4.25 റുപ്യ കൊടുക്കാം. 4.25 ലക്ഷം റുപ്യ കൊടുക്കാം. 4.25 ലക്ഷം റുപ്യ നമുക്ക് ലോണും വേഗം കൊടുക്കാം. അത് ലോണും കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കാം. ഫുള്ള് ലോണും കയറാം. അപ്പൊ 1 രൂപ പോലും ഒന്നും മുടക്കണ്ട. ഹോണ്ടയുടെ അമേസിങ് സ്വന്തമാക്കാം. ഡീസൽ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഐറ്റം പരിചയപ്പെടാൻ കാപ്പ എഞ്ചിൻ അല്ലേ? ഇത് 2011 മോഡല്. 11 മോഡല്. രണ്ടാമത്തെ ഓണർ 94,000 കിലോമീറ്റർ ഓടി. 94,000 കിലോമീറ്റർ ഓടിക്കണേ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഇത് നമ്മൾ ഇത് ആവശ്യപ്പെട്ട 1.85 നമുക്ക് 1,70,000 റുപ്യ കൊടുക്കാം. 1.70 കൊടുക്കാം. മലൈ മീഡിയയുടെ ഓഫറാണ്. 1,70,000. നിങ്ങളെ പേര് പറയണം കേട്ടോ. നിങ്ങളെ വീഡിയോ കണ്ടുവന്ന് പറയണം. മലയിൽ മീഡിലെ പ്രഷറാന്ന് പറഞ്ഞാൽ മാത്രം നമ്മളെ കൊടുക്കുള്ളൂ. ഞാൻ നീറ്റ് ഇന്നോവ പരിചയപ്പെടാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് 2014 മോഡൽ വണ്ടി. 14 മോഡൽ. ഇത് ഇവിടെ നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. തിരൂര് നമ്പർ ആയിക്കാണ്ട് കൊടുക്കാം. ഓണർഷിപ്പോ? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. എത്ര മൈലേജ് കിട്ടും? ഇന്നോവ ഒരു 13-14 മൈലേജ് കിട്ടുള്ളൂ. 14 മോഡൽ വണ്ടിയില്ലേ? 14 ഒന്നും റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ജി ഓപ്ഷൻ അല്ലേ? G4 ഓപ്ഷൻ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്ക് ഈ ബോഡിനെ നോക്കിയാൽ മനസ്സിലാവില്ലേ? ഒരു ഡെന്റും ക്രാക്കും ഒന്നും കാണാൻ പറ്റില്ല. ഈ കളറിന് നല്ല മാർക്കറ്റുള്ള കളറുമാണ്. പിന്നെ നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ എയർ ബാഗ് വരുന്നുണ്ടല്ലേ? എയർ ബാഗ് 7 സീറ്റ് 8 സീറ്റ് ആണ് വരുന്നത്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ആൻഡ്രോയിഡ് അടിപൊളി. നമ്പർ ആക്കി കഴിഞ്ഞിട്ട് നമ്പർ ആയിക്കാണ്ട് 8.25 നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ്. അത് ഇത് നമുക്ക് ഒരു 6 ലക്ഷം റുപ്യ 6.5 റുപ്യ ലോണും കൊടുക്കാം. 6 ലക്ഷം റുപ്യ ലോണും കയറി കൊടുക്കാം. ചെറിയൊരു തുക ഉണ്ടെങ്കിൽ നമുക്ക് 15 മോഡലോ 15 മോഡല് T8. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. പിന്നെ നല്ല അടിപൊളി കളർ അല്ലേ? അടിപൊളി കളറാണ്. നല്ല അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം അടിച്ച ഇതിന്റെ ഇന്റീരിയർ ആണ്. ആൻഡ്രോയിഡ് ഫുള്ള് അഡ്രസ്സും ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിവി ഒക്കെ കയറ്റി ഇന്റീരിയർ ഈ ഇന്റീരിയർ കണ്ടാൽ തന്നെ നിങ്ങൾ അന്തം വിടും. കാരണം അടിപൊളി അട്രാക്റ്റീവ് ഇന്റീരിയറോട് കൂടി വരുന്ന വാഹനമാണ്. പിന്നെ സ്റ്റീരിയോ കയറ്റിയിട്ടുണ്ടോ? സ്റ്റീരിയോ കയറ്റിയിട്ടുണ്ട്. ബാക്കിൽ അഡ്രസ്സും ടിവി ഫുള്ള് കയറ്റിയിട്ടുണ്ട്. ടിവി ഒക്കെ വരുന്നുണ്ട്. ടിവി കണ്ട് യാത്ര ചെയ്യല്ലേ? കണ്ടോ? മഹീന്ദ്രന്റെ ടിവി കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഓക്കെ. എത്ര കൊടുക്കാം നമുക്കോ? ഇത് നമുക്ക് ഫൈനലായിട്ട് 5.25 റുപ്യ കൊടുക്കാം. 5.25 ലക്ഷം റുപ്യ കൊടുക്കാം. ഫുൾ ഓപ്ഷൻ വണ്ടി. 4.5 ലക്ഷം റുപ്യ ലോണും വേണ്ടി കൊടുക്കാം. 4 ലക്ഷം റുപ്യ ലോൺ കയറാം. അപ്പൊ 50,000 വണ്ടി കൊണ്ടുപോകാം. 50,000 നല്ല വണ്ടി. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഇല്ലാത്ത ഫുൾ ഓപ്ഷൻ വണ്ടി എന്താക്കാട്ടോ. പിന്നെ 2010 മോഡല് ഇന്നോവ പരിചയപ്പെടാല്ലേ? ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇത് 2010 മോഡല് റീ ആണ് വണ്ടി. ഓക്കെ. കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഇനി മാറേണ്ട ആവശ്യമില്ലല്ലേ? ഒന്നും വേണ്ട. ഓക്കെ. ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. അലൈസ് കയറ്റിയിട്ടുണ്ട്. ടയർ ഉണ്ട്. അത്യാവശ്യം ടയർ ഉണ്ട്. നല്ല പുതിയ സീറ്റ് കവർ ഉണ്ട്. ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ വണ്ടി? ഒന്നുമില്ലല്ലോ. ഈ പുറകു വശത്തോട്ട് വരാണ് അടിപൊളി ടൈലാമ്പ് ചെയ്തിരുന്നു അല്ലേ? അടിപൊളി ടൈലാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ G4 2.5 ആണ് വരുന്നത്. നമ്മൾ ഇന്ത്യയുടെ വശത്തോട്ട് വരികയാണെങ്കിൽ അടിപൊളി ഇന്ത്യയുടെ കേട്ടോ. ഫോട്ടോർ പാർവിന്റെ ഇത് നമുക്ക് 4,40,000 റുപ്യ കൊടുക്കാം. 4.40 കൊടുക്കാം. 2010 4.40 തീർച്ചയായിട്ടും ഓഫർ റേറ്റ് ആണ്. 7 സീറ്റ് ആണ് വരുന്നത്. റൂഫേസ് ഒക്കെ വരുന്ന വണ്ടി അല്ലേ? ഓക്കെ. ലോൺ കയറുമേ? ലോണ് ഒരു ലോണ് 2 ലക്ഷം മാക്സിമം കൊടുക്കാം. 3 റുപ്യ ലോൺ കൊടുക്കാം. 3 റുപ്യ ലോണും കൊടുക്കാം. ഓക്കെ. അപ്പൊ നമുക്കൊരു ആൾട്ട പരിചയപ്പെടാം. കുഞ്ഞൻ വണ്ടി. ഇത് 2018 LXI. പിന്നെ ഫോഗ്ലാമ്പൊക്കെ ചെയ്ത് നല്ല ക്ലീൻ വണ്ടി. മറ്റേ നോർമൽ ടയറാണ്. ടയറാണെങ്കിൽ ഫുൾ കട്ട് ടയറുണ്ട്. റീപ്ലേസ് ആക്സിഡന്റ് ഇത് നമുക്ക് ഓഫർ ആയിട്ട് നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റും. നമുക്കൊരു ഫൈനൽ നമുക്ക് 70 റുപ്യ കൊടുക്കാം. 2,70,000 രൂപ. 2,60,000 ലോണും കൊടുക്കാം. ലോണും കയറൂലേ?
ഓക്കെ. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കും. വണ്ടി കൊണ്ടുപോവാ. വണ്ടി നല്ല നീറ്റാ, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി, ഒരു ചായക്കായ ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം അല്ലേ? ഓക്കെ. മോഡൽ കൂടിയ ആൾട്ടോ വിൽക്കണോൽക്ക് ഇതാ കുറച്ച് മോഡൽ കൂടിയ വണ്ടിയില്ലേ? ഇത് 2019 മോഡല്, സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? 35,000 കിലോമീറ്റർ ഓടി. അനങ്ങിയിട്ടില്ലല്ലേ വണ്ടി? വണ്ടി അനങ്ങിയിട്ടില്ല. ടയറൊന്നും അനങ്ങിയിട്ടില്ല. ടയറൊന്നും പുതിയ ടയർ, പുതിയ 4 ടയർ പുതിയപ്പോ മാറ്റി. പുത്തൻ ടയർ ഇപ്പൊ മാറ്റിയിട്ട് ഇട്ടിട്ടുള്ളൂ. പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല, ക്ലീൻ വണ്ടി. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ 800. പിന്നെ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ ഡെന്റോ റാക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. നമ്മൾ ഇന്ത്യൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ AC കൂളിംഗ് അല്ലേ? ഫുൾ കൂളിംഗ്, പുതിയ വണ്ടിയല്ലേ? സെറ്റൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്ര ഓഫർ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് 3,20,000 രൂപ കൊടുക്കാം. 3,20,000 രൂപ. 20,000 രൂപ കൊടുക്കാം. അതില് ലോൺ ഇതിന് ഒരു 90% നമുക്ക് ലോൺ കൊടുക്കാം. അപ്പൊ പുതിയൊരു ആൾട്ടോ നോക്കണമെങ്കിൽ നോക്കാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു കിയന്റെ സെൽറ്റോസ് അല്ലേ? ഷോറൂമിലൊന്നും അധികം കണ്ടുവരാത്ത വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരും? 2020 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണറോ? എത്ര കിലോമീറ്റർ ഓടിക്കണം അപ്പൊ? ഇത് 30,000 കിലോമീറ്റർ ഓടി. 30,000 ഓടിയുണ്ട്. ഈ പെട്രോളോ ഡീസലാ? ഇത് ഡീസൽ. ഡീസൽ വേരിയന്റ്. ഡീസൽ ഇപ്പൊ നിർത്തിയാൽ നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ ഇന്റീരിയർ വശമാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് കേട്ടോ. വലിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ ബാഗ്, പിന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ആൻഡ്രസ്റ്റ് ഒക്കെ വരുന്ന വണ്ടിയില്ലേ? നമ്മൾ എത്ര ചോദിക്കണം വണ്ടിക്ക്? ഇത് നമ്മൾ 13,000 രൂപയ്ക്ക് കൊടുക്കാം. പുതിയതിന് ഏകദേശം എത്ര വില ഉണ്ടാവും? പുതിയതിന് 18 രൂപ. അപ്പൊ നല്ലൊരു എമൗണ്ട് നമുക്ക് ലാഭിക്കാം അല്ലേ? ഇപ്പൊ ഡീസൽ വണ്ടി ഇറങ്ങണില്ല, ഡിമാൻഡ് ആണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ സാധിക്കും നമുക്ക്. ഇത് നമ്മൾ ഫുൾ ലോൺ കൊടുക്കാം. ഒരു 11-12 രൂപ ഫുൾ ലോൺ കൊടുക്കാം. ലോണും കൊടുക്കാം. ഇതിപ്പോ നമ്മുടെ മലയിൽ മീഡിയെന്ന് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെ പേര് പറഞ്ഞ് നിങ്ങളെ വീഡിയോസ് കണ്ടുവന്ന ആൾക്കാർ 13 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. 13 ലക്ഷം രൂപ കൊടുക്കാം. 50,000 രൂപ ഓഫർ. ഈ വണ്ടി വന്ന് 50,000 രൂപയ്ക്ക് കുറച്ച് തരികയാണ്. മീഡിയെന്ന് വരുന്നതാണെന്ന് ഒരിക്കലും പറയാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താല്പര്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.